സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എന്ന് CAG റിപ്പോർട്ട്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലുള്ളത്. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന ശുപാർശയും റിപ്പോർട്ടിലുണ്ട്. കോവിഡ് കാല ആനുകൂല്യ വിതരണത്തിൽ വീഴ്ചയെന്നും റിപ്പോർട്ടിൽ പറയും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു കഷ്ടസ്ഥിതിയെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 77 നഷ്ടത്തിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയുണ്ട്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? ദിവിഷ, നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. കോവിഡ് കാലത്ത് ആനുകൂല്യ വിതരണത്തിൽ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അർഹരെ കണ്ടെത്തി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥതല വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഒരു കണ്ടെത്തലായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചില കണ്ടെത്തലുകളുള്ളത്. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും നഷ്ടത്തിലാണ്. ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് വെറും 58 എണ്ണം മാത്രമാണ്. 18,000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പറയുന്ന 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്ന റിപ്പോർട്ടിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1978 മുതൽ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ തുടങ്ങി വെച്ചതാണ്. അത് വേഗത്തിലാക്കണമെന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്. അതായത് ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇത്ര കടുത്ത നഷ്ടവുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് CAG റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. നിയമസഭയിൽ ഇപ്പോൾ വലിയ പ്രതിപക്ഷ ബഹളമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു ചില മറുപടികൾ നൽകി. മന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷം മന്ത്രിയുടെ പരാമർശം നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇപ്പോൾ സഭ വിടുകയും ചെയ്തിട്ടുണ്ട്. സഭ ഇന്നുകൂടിയാണ് അവശേഷിക്കുന്നത്. ഈ സഭാ സമ്മേളന കാലയളവ് ഇന്നോടുകൂടി പൂർത്തിയാക്കുന്നു. നിരവധി നിർണായക ബില്ലുകളടക്കം ചർച്ച ചെയ്ത് പാസാക്കി, സ്വകാര്യ സർവകലാശാല ബില്ലടക്കം ചർച്ച ചെയ്ത് പാസാക്കിയാണ് ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നത്. ഈ സഭാ സമ്മേളനം അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദിച്ചോട്ടെ, ഈ KSRTC കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കണക്കും നൽകിയില്ല എന്നാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംവിധാനത്തിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ദിവിഷ്, ഒന്നുകൂടി ചോദിക്കാമോ? വ്യക്തമായില്ല. ഈ KSRTC കാലങ്ങളായിട്ട് കണക്കുകൾ നൽകുന്നില്ല എന്നാണല്ലോ CAG പറയുന്നത്. എങ്ങനെയാണ് ഇത്ര സർക്കാരിൻ്റെ തന്നെ ഒരു സംവിധാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് അതൊരു രീതിയാണല്ലോ ഈ വിവരങ്ങൾ കൃത്യമായി CAG-ൽ നൽകുക എന്നുള്ളത്. അതെങ്ങനെയാണ് KSRTC ഇങ്ങനെ പാലിക്കപ്പെടാതെ പോകുന്നത്? ദിവിഷി, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള CAG റിപ്പോർട്ടിലാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ 2016 മുതൽ 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഈ CAG-യുമായി ഈ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം സഹകരിക്കുന്നില്ല, കൃത്യമായ കണക്കുകൾ നൽകുന്നില്ല എന്നുള്ള കാര്യം CAG റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവരോട് കണക്ക് ചോദിക്കുമ്പോൾ ആ കണക്കുകളൊന്നും കൈമാറാത്തതിനാൽ തന്നെ ഈ KSRTC-യുമായി ബന്ധപ്പെട്ട ഈ 113 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണം നഷ്ടമാണെന്ന് പറയുമ്പോഴും KSRTC-യും അതിൻ്റെ ഒപ്പം കനത്ത നഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷേ അത് സംബന്ധിച്ച് കണക്കുകൾ വിശദീകരിക്കാൻ CAG-ക്ക് കഴിയുന്നില്ല. അത് CAG-ക്ക് കൈമാറാത്തതിനാലാണ്, ബോർഡ് കൈമാറാത്തതിനാലാണ് അത്തരത്തിൽ കണക്കുകൾ ലഭ്യമല്ലാത്തത് എന്നൊരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ദിവിഷ് ചോദിച്ചതുപോലെ അങ്ങനെ CAG-ക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് കണക്കുകൾ കൈമാറാതെ ഇത്രയും കാലം എങ്ങനെ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം മുന്നോട്ട് പോയി എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികളിലേക്ക് CAG പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടത്തിൽ ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ കണക്ക് എത്രയെന്നറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുള്ളതാണ്. അതാണ് ഇപ്പോൾ KSRTC ഈ കണക്കുകൾ നൽകാത്തതിലൂടെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദിവിഷ്, അല്ല, സ്വാഭാവികമായിട്ടും മന്ത്രിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലൊരു പ്രതികരണം വേണ്ടതല്ല. നമ്മൾ പലപ്പോഴും ഈ KSRTC-യുടെ കഷ്ടസ്ഥിതിയെക്കുറിച്ചും അതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ പകരുന്ന വാർത്തയുണ്ടെങ്കിൽ മാധ്യമങ്ങളൊക്കെ നൽകാറുണ്ട്. ആ സംവിധാനം ഒന്ന് മെച്ചപ്പെടട്ടെ എന്ന് മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നഷ്ടമാണോ ലാഭമാണോ അത് കൃത്യമായി കണക്കുകൾ ജനങ്ങളും അറിയണ്ടേ? ഇങ്ങനെയൊരു പാളിച്ച വരുമ്പോൾ അത് മന്ത്രി അടക്കമുള്ളവർക്ക് ഒരു അശ്രദ്ധയായിട്ടും കൂടി പരിഗണിക്കേണ്ടേ നല്ലത്? ദിവിഷ, CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചിലവുകളുടെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു പോകും. ഇന്നിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്ക് പറയുമ്പോൾ 131-ൽ 77 നഷ്ടമാണ് എന്ന് പറയുന്നു. അതിന് പ്രതിവിധി കൂടി പറയുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാരുടെ അടക്കം ഒരു ജീവിതം സുരക്ഷിതമാക്കിക്കൊണ്ട് അത് അടച്ചു പൂട്ടണമെന്നൊരു നിർദ്ദേശമാണ് വയ്ക്കുന്നത്. കാരണം ഇനിയിപ്പോൾ എത്ര കാലം പ്രവർത്തിച്ചാലും അത് രക്ഷപ്പെടാൻ പോകുന്ന സ്ഥാപനമല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് CAG എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുള്ള അഴിമതികൾ, ക്രമക്കേടുകൾ ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് CAG റിപ്പോർട്ടിലൂടെയാണ്. അവർക്ക് ആ കണക്ക് പരിശോധിച്ചാൽ മാത്രമേ അതിലെന്താണ് നടക്കുന്നത്, സ്ഥാപനത്തിൽ എന്താണ് നടക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അതിൻ്റെ കണക്കുകൾ നൽകാതെ മറച്ചു വയ്ക്കുന്നതിലൂടെ എന്താണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടാകുന്നില്ല. അവിടുത്തെ ബസിൻ്റെ പർച്ചേസിൻ്റെ കണക്കുകളടക്കം, അവിടെയുള്ള ചെലവിൻ്റെ കണക്കുകളടക്കം, എത്രത്തോളം നഷ്ടമോടെ ഉണ്ട് എന്നതിൻ്റെ കണക്കുകളടക്കം, പുതിയ പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങളടക്കം പുറത്തു വരേണ്ടതാണ്. അതെല്ലാം CAG-ക്ക് കൈമാറേണ്ടതാണ്. പക്ഷേ നിലവിലെ 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഉള്ള റിപ്പോർട്ടിലും വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയത് 2016 മുതൽ കണക്ക് കൈമാറിയിട്ടില്ല എന്ന ഗൗരവമായ വിഷയം കൂടി CAG റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ദിവിഷ്.